പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം. ഫിലോക്കാലിയ നോമ്പുകാല ധ്യാനത്തിൻ്റെ 6ാമത്തെ എപ്പിസോഡിലാണ് നാം. ഇത് 2019 വലിയ നോമ്പുകാല ധ്യാനത്തിൻ്റെ എപ്പിസോഡുകളാണ്. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലോകത്തിലെ ഏറ്റവും വലിയ പൊതുപ്രവർത്തനം ഏതാണ് എന്നതിനെക്കുറിച്ചാണ്. ദി ബെസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് സോഷ്യൽ വർക്ക് ഇൻ ദി വേൾഡ്. അത് കുടുംബത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനമാണെന്ന് CCC 2209 നിന്ന് നമ്മൾ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് ഏറ്റവും വലിയ സോഷ്യൽ വർക്കായി മാറുന്നത്? എൻ്റെ കുടുംബത്തിന് വേണ്ടിയും എനിക്കറിയാവുന്ന സകലരുടെ കുടുംബത്തിന് വേണ്ടിയും ലോകത്തിലുള്ള എല്ലാ കുടുംബത്തിൻ്റെയും ഭദ്രതയ്ക്ക് വേണ്ടി നടത്തുന്ന പ്രവർത്തനം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം, മക്കള് മാതാപിതാക്കൾ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടി നമ്മൾ നടത്തുന്ന പരിശ്രമമാണ് ഏറ്റവും വലിയ സോഷ്യൽ വർക്ക് എന്ന് പറയാനുള്ള കാരണം എന്ത്? വളരെ സിമ്പിളാണ്. ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ തിരഞ്ഞെടുത്തതാണ്. പക്ഷെ കുറേ കാര്യങ്ങൾ നമ്മുടെ ചോയ്സിന് അപ്പുറത്താണ്. നമ്മുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുക്കാൻ പറ്റില്ല, അത് അങ്ങനെയേ ആവുള്ളൂ. ഉദാഹരണത്തിന്, എൻ്റെ അപ്പൻ ഇന്ന ആളായിരിക്കണമെന്നത് ഞാൻ തിരഞ്ഞെടുത്തതല്ല. എൻ്റെ ഉപ്പയും ഉമ്മയും എനിക്ക് കിട്ടിയതാണ്. എനിക്കതിൽ ഒരു ചോയ്സും ഇല്ലെന്നുള്ളതാണ്. എനിക്കൊരു പേര് അവർ തന്നായിരുന്നു, പക്ഷെ ആ പേര് വളർന്നു വലുതായപ്പോൾ എനിക്ക് വേണ്ടാന്ന് തോന്നി ഞാൻ വേറെ പേര് സ്വീകരിച്ചു, മാരിയോ ജോസഫ് എന്നാക്കി. അത് എൻ്റെ ചോയ്സിൽ പെട്ട, പക്ഷെ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ചോയ്സിൽ പെട്ടതല്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും, ചിലത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റും, ചിലത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഉദാഹരണത്തിന്, എൻ്റെ അപ്പനെ എനിക്ക് മാറ്റാൻ പറ്റില്ല, എൻ്റെ അമ്മയെ എനിക്ക് മാറ്റാൻ പറ്റില്ല, എൻ്റെ ചേട്ടാനിയന്മാരെ എനിക്ക് മാറ്റാൻ പറ്റില്ല. എൻ്റെ ജോലി വേണമെങ്കിൽ എനിക്ക് മാറ്റാം, എൻ്റെ നാഷണാലിറ്റി പാസ്പോർട്ട് എനിക്ക് വേറെ രാജ്യത്തേക്ക് മാറ്റാം, അതായത് എനിക്ക് ചേഞ്ച് ചെയ്യാം, എനിക്ക് വേറെ രാജ്യത്തിൻ്റെ അംഗത്വ പൗരത്വം സ്വീകരിക്കാം, എൻ്റെ പേരെനിക്ക് മാറ്റാം, എൻ്റെ സർട്ടിഫിക്കറ്റുകൾ എനിക്ക് മാറ്റാം, എൻ്റെ ഡെസിഗ്നേഷൻ എനിക്ക് മാറ്റാം, എൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് പോലും എനിക്ക് പ്ലാസ്റ്റിക് സർജറി വഴി മാറ്റാം. എനിക്ക് പലതും മാറ്റാൻ പറ്റും. എന്നാൽ മാറ്റാൻ പറ്റാത്ത കുറേ സംഗതികളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ജീവിതമാണ്, മാറ്റാൻ പറ്റാത്ത ജീവിതമാണ് കുടുംബജീവിതം. ആർക്കാ ഇത് മാറ്റാൻ പറ്റുക? ഞാൻ എൻ്റെ അപ്പനെ ഒന്ന് മാറ്റി, അമ്മയെ ഒന്ന് മാറ്റി, ഇറ്റ്സ് ഇമ്പോസിബിൾ, അത് നടക്കാത്ത കാര്യമാണ്. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും അധികം മാറ്റാൻ പറ്റാത്ത ആൾ ആരാന്ന് ചോദിച്ചാൽ അതിന് ഒറ്റ വാക്കിൽ മറുപടി പറയണം, മാറ്റാൻ പറ്റാത്തത് ഭാര്യയാണെന്ന് മറുപടി പറയണം. അതെന്താ അങ്ങനെ പറഞ്ഞ്? ഞാൻ പറയണം മാറ്റാൻ പറ്റാത്തത് ഭാര്യ, ഭാര്യ പറയണം മാറ്റാൻ പറ്റാത്ത ഭർത്താവ്. എന്താ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറെ നാളുകൾക്ക് മുമ്പ് എൻ്റെ ജീവിത പങ്കാളി ഒരു വീഡിയോ ഇട്ട്, അത് വളരെ വൈറലായിരുന്നു. ജിജി ഇട്ട വീഡിയോ ലോകം മുഴുവനും ജനങ്ങൾ കണ്ടായിരുന്നു, അപ്രീഷിയേറ്റ് ചെയ്തായിരുന്നു. ഇപ്പോഴും പലയിടത്തും ചെല്ലുമ്പോൾ ജനങ്ങൾ ചോദിക്കും, ആ വീഡിയോ ഇട്ട ആളല്ലേ എന്നൊക്കെ ചോദിക്കും. ആ വീഡിയോ ഒന്ന് ഞങ്ങളെ ഇതിൻ്റെ മുമ്പ് കേൾക്കാത്തവർക്ക് വേണ്ടി അതൊന്ന് ആവർത്തിക്കുന്നു. അതായത്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വിരലുകൾ ഇങ്ങനെ ഒന്ന് പിടിക്കണം കേട്ടോ, ചുമ്മാ. എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ വിവാഹമോതിരം ഏത് വിരലിലാണ് ഇടുന്നത്? ഈ കാണുന്ന വിരലുകളിൽ ഏതിലാണ് വിവാഹമോതിരം ഇടുന്നതെന്ന് ചോദിച്ചാൽ മറുപടി പറയും ഈ വിരലിലാണ്, അല്ലേ? വിവാഹമോതിരം ഇടുന്നത് ഈ വിരലിലാണ്. അതിനകത്ത് ആർക്കും സംശയമൊന്നും ഇല്ലല്ലോ? ഇല്ല. എന്തുകൊണ്ടാണ് ഇതിൽ വിവാഹമോതിരം ഇടുന്നത്? ഇതിലിട്ടൂടെ എന്തുകൊണ്ട് ഇതിൽ തന്നെ ഇടണം? ചൈനക്കാർ ഇതിനെക്കുറിച്ച് വലിയൊരു റിസർച്ച് നടത്തിയിട്ട് അവർ കണ്ടെത്തിയ ഒരു പഠനം അവർ പഠിപ്പിക്കും. അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇതേ വിരലുകളൊന്ന് ഇങ്ങനെ പിടിച്ചു നോക്കാവോ, എന്നിട്ട് നിങ്ങളുടെ ഈ നടുവിലെ വിരലുണ്ടല്ലോ, വലിയ വിരൽ, അത് നേരെ ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ അമർത്തി പിടിച്ചു നോക്കിയേ. ഇങ്ങനെ അമർത്തി പിടിച്ചോ. ഇങ്ങനെ നിങ്ങൾ പിടിച്ചതിന് ശേഷം നിങ്ങളുടെ തള്ളവിരൽ അകറ്റി നോക്കിയേ. അത് അകലുന്നുണ്ടല്ലേ? ഈ തള്ളവിരൽ എന്ന് പറഞ്ഞാൽ അത് നമ്മളുടെ മാതാപിതാക്കളാണ്. ഇന്നല്ലെങ്കിൽ നാളെ അവർ നമ്മളെ വിട്ടു പോകും, നമ്മളെ വിട്ടു പോകണം, അല്ലെങ്കിൽ നമ്മൾ അവരെ വിട്ടു പോകേണ്ടി വരും. ഇതുകൊണ്ട് അത് പിരിയുന്നത്. അതുപോലെ ജീവിതത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളുടെ ചൂണ്ടുവിരലൊന്ന് അകറ്റി നോക്കി, ഇപ്പൊ ഒന്ന് അകറ്റി നോക്കിയേ. അത് നിങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാരാണ്, സിബ്ലിങ്സ്, കൂടെ പിറന്നവർ. ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളെ വിട്ടു പോകണം, അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിട്ടു പോകണം. അതങ്ങനെയാണ്, പ്രകൃതിയുടെ നിയമമാണ്. ഇനി നിങ്ങൾ ആ ചെറിയ വിരലൊന്ന് അകറ്റി നോക്കിയേ. അത് അകറ്റുമ്പോൾ അകലുന്നുണ്ട്. അത് നിങ്ങളുടെ മക്കളാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ മക്കളെ നിങ്ങളെ വിട്ടു പോകണം, അത് പ്രകൃതിയുടെ നിയമമാണ്, വിട്ടുപോയേ പറ്റൂ. എന്നാൽ വിവാഹമോതിരം അണിയുന്ന ആ വിരൽ നിങ്ങളൊന്ന് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കിയേ. വിവാഹമോതിരം അണിയുന്ന ആ വിരൽ കണ്ടോ? എൻ്റെ ആ വിരൽ മാത്രം അനക്കാൻ പറ്റുന്നില്ല, ഒരു കാരണവശാലും പറ്റുന്നില്ല. മാക്സിമം ശ്രമിച്ചോ, പറ്റില്ല. അപ്പോൾ ഒരു കാര്യം പറഞ്ഞാൽ, ഒരിക്കലും നമുക്ക് പിരിയാൻ പറ്റാതെ ജീവിക്കേണ്ടത് നമ്മളുടെ ജീവിത പങ്കാളിയുടെ കൂടെ ആയിരിക്കണം. അതുകൊണ്ടാണ് വിവാഹമോതിരം അവിടെ അണിയുന്നതെന്ന് പറ്റി. പക്ഷെ അത് പിരിക്കാം.
എങ്ങനെ പിരിക്കാന്നറിയോ? നമ്മൾ ആ സെൻറ്റർ വിരൽ ഒന്ന് ലൂസാക്കി വിട്ടുകൊടുത്താൽ എല്ലാ വിരലും പിരിക്കാം. അപ്പം സെൻറ്റർ വിരൽ ലൂസാക്കാതിരിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ, സെൻറ്റർ വിരൽ എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും ദൈവത്തെ കുമ്പിട്ട് ആരാധിക്കുന്ന കുടുംബമാണെങ്കിൽ, ഒന്നും കൂടെ പറഞ്ഞാൽ ഈ വലിയ വിരലാണ് ഭാര്യയും ഭർത്താവും. അവർ രണ്ടുപേരും ദൈവത്തിന്റെ മുമ്പിൽ വെച്ച് ഒരു വാഗ്ദാനം നൽകി വിവാഹമെന്ന കൂദാശയിൽ പ്രവേശിച്ചവരാണെങ്കിൽ ബാക്കി എല്ലാം പൊളിഞ്ഞു പോയാലും അവർക്ക് പൊളിയാതിരിക്കുന്ന ഒന്നായിരിക്കും ദാമ്പത്യ ജീവിതം. സമ്പത്ത് പൊളിയും, ചിലപ്പോൾ മാതാപിതാക്കൾ വിട്ടുപോകും, സിബ്ലിങ്സ് വിട്ടുപോകും, മക്കൾ വിട്ടുപോകും, ആരൊക്കെ വിട്ടുപോയാലും ഞാൻ എൻ്റെ ജീവിത പങ്കാളിയോട് ഒന്നായി മാറും എന്ന് സാരം. നമ്മൾ മലാഖി പുസ്തകത്തിൽ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്, അത് വളരെ വളരെ അധികം ധ്യാനിക്കേണ്ടതാണ്. മലാഖി 2:16 ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. കൂട്ടുകാരെ ശ്രദ്ധിക്കണേ, ദൈവം തമ്പുരാൻ പറയാണ്, വിവാഹമോചനത്തെ ഞാൻ വെറുക്കുന്നു. ദൈവം വെറുക്കുന്ന വല്ലത് ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതെന്നാന്നറിയോ? വിവാഹ മോചനമാണ്. അതുകൊണ്ട് ദൈവം വെറുക്കുന്ന ഈ പ്രവൃത്തി നമ്മുടെ കൂട്ടത്തിൽ ആരും ചെയ്യാൻ ഇടവരരുത്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം. പിന്നീട് ഈശോ പറയുന്നത് മത്തായിയുടെ സുവിശേഷം 19:6, 7, 8 നമ്മൾ ഇങ്ങനെ വായിക്കും. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായിരിക്കും. ഈശോ ഭാര്യ ഭർത്താക്കന്മാരെ കുറിച്ച് പറയാം, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കട്ടെ. ഈ വിവാഹമോതിരം ഇവിടെ ഇട്ട് ദൈവമാണ് നമ്മളെ യോജിപ്പിച്ചത് എങ്കിൽ ഒരു കാരണവശാലും പിന്നെ ഒരു മനുഷ്യൻ അത് വേർപ്പെടുത്താതിരിക്കട്ടെ. ഒരു മനുഷ്യൻ ശ്രമിച്ചാലും ഇത് വേർപ്പെടരുത്. ദൈവം യോജിപ്പിച്ചതാണെങ്കിൽ അത് വേർപിരിയില്ല എന്ന് അവർ അവനോട് ചോദിച്ചു. ശിഷ്യന്മാർ ഈശോയോട് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഉപേക്ഷപത്രം നൽകി ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന് മോശ വിധിച്ചത് എന്തുകൊണ്ട്? ഈശോ പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം നിമിത്തമാണ് ഭാര്യ ഉപേക്ഷിക്കാൻ മോശ നിങ്ങൾക്ക് അനുമതി നൽകിയത്. ആദ്യം മുതലേ അങ്ങനെയില്ലായിരുന്നു. ലോകത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ഉപേക്ഷയില്ലായിരുന്നു. ആദ്യം മുതലേ അതില്ലായിരുന്നു. പക്ഷേ മനുഷ്യന്റെ ഹൃദയം ഒരുപാട് കാഠിന്യമായപ്പോൾ ആ മനുഷ്യനൊരാശ്വാസത്തിന് മോശയുടെ കാലത്ത് പറഞ്ഞതാണ് ഉപേക്ഷപത്രം നൽകി ഉപേക്ഷിക്കാമെന്ന്. പക്ഷേ കർത്താവ് വന്നതിന് ശേഷം കർത്താവിന് പറയാനുള്ളത്, നിങ്ങൾ അരുത്, ഉപേക്ഷിക്കരുത്, ഉറപ്പിച്ച് വ്യക്തമായി കർത്താവ് പറയുന്ന കാര്യമാണ്. ഇനി നമ്മൾ തുടർന്ന് ഇത് വായിക്കുമ്പോൾ എഫേസൂസ് ലേഖനം 5:31-32 എഫേസൂസ് ലേഖനം 5:31-32 നാം ഇങ്ങനെ വായിക്കും. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. നമ്മളൊക്കെ കേട്ട ഒരു വാക്കാണ് പെസഹ രഹസ്യം. കേട്ടിട്ടില്ലേ? കുർബാനയെ കുറിച്ച് പറയുമ്പോൾ അത് പെസഹ രഹസ്യം, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതുപോലെ ത്രിത്വത്തെ കുറിച്ച് പറയുമ്പോൾ ജനങ്ങൾ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അല്ലേ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു രഹസ്യമാണ് കുടുംബജീവിതം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്. അവിവാഹിതനെങ്കിലും പൗലോസ്ലീഹ ഇതിനെക്കുറിച്ച് ദൈവാത്മ പ്രേരണയാൽ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഒരു വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ അത് ഒരു രഹസ്യമാണ്. ദൈവം മുമ്പിൽ ഇറ്റ്സ് എ മിസ്റ്ററി. പാസ്കൽ മിസ്റ്ററി എന്ന് പറയുന്നത് പോലെ വിവാഹം ഒരു മിസ്റ്ററിയാണ്, മനസ്സിലാക്കാൻ പറ്റാത്ത. അപ്പോൾ എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ വിവാഹ ജീവിതം കൂദാശയിൽ ദൈവത്തിന്റെ മുമ്പിൽ കൊടുത്ത ഒരു ഉടമ്പടിയായിട്ടുള്ള ഒന്നാകലാണ്. ആ ഒന്നാകൽ പിന്നീട് നമുക്ക് പിരിക്കാൻ പറ്റാത്തതാണ്. ദൈവം അത് വെറുക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഈ നോമ്പ് കാലത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ നന്മ, ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും നിങ്ങളുടെ ഭാര്യ ഉപേക്ഷിക്കാൻ ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഭർത്താവിന് ഉപേക്ഷിച്ചാലോ എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തോട് മാപ്പ് പറയുക എന്നുള്ളതാണ്. ഏതെങ്കിലും കാരണവശാലും നിങ്ങൾ എവിടെയെങ്കിലും പിണങ്ങിയാണ് ഇപ്പോൾ താമസിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കേട്ട് കഴിയുമ്പോൾ തന്നെ ഇത് കട്ട് ചെയ്യുക, ഉടനെ ആളെ വിളിക്കുക, ജീവിത പങ്കാളി വിളിക്കുക. ചിലപ്പോൾ അന്യനാട്ടിലായിരിക്കാം. ഒരു സോറി പറയുക, ആ പിണക്കം ഇവിടെ വെച്ച് തീർക്കുക. വാശി വൈരാഗ്യം ഒരു സെക്കൻഡ് ഒന്ന് മാറ്റി വെച്ചേക്കാവോ? ഒരു സെക്കൻഡ് അത് പോട്ടെ, നമുക്കതിന്റെ ആവശ്യമില്ലെന്നേ. എത്ര നാൾ ജീവിക്കും നമുക്ക് ഉറപ്പില്ലല്ലോ. ഈ നോമ്പ് കാലത്ത് നമുക്ക് അങ്ങനെ ഒരു പ്രതിജ്ഞ എടുക്കാം, ദൈവം വെറുക്കുന്ന ഈ പണിക്ക് ഞാൻ പോകില്ല. 3, നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ പ്രശ്നമില്ലായിരിക്കാം, പക്ഷെ നിങ്ങൾക്ക് അടുത്ത കൂട്ടുകാര് ഒരുപക്ഷെ കുടുംബത്തിൽ വലിയ ബഹളമായിരിക്കാം, അടുത്ത ബന്ധുക്കള് കുടുംബത്തിൽ വലിയ ബഹളമായിരിക്കാം. ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ചില കൂട്ടുകാർ നിങ്ങൾക്കുണ്ടാകാം. നിങ്ങൾ അവരുടെ അടുത്തേക്കൊന്ന് പോകാവോ? ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഏറ്റവും ആവശ്യമുള്ള സംഗതികൾ 3 എണ്ണമാണ്. അതിലൊന്നാണ് അവൻ ആവശ്യത്തിന് സമയം വേണം, അതുപോലെ അവൻ ആവശ്യത്തിന് ആരോഗ്യം വേണം, അവൻ ആവശ്യത്തിന് സമ്പത്ത് വേണം. എല്ലാ മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിതം ധന്യമാക്കാൻ ഈ 3 കാര്യങ്ങൾ വേണം. സമയം വേണം,
അപ്പം നിങ്ങളുടെ സമയം കുറച്ചു നേരം വേറൊരാൾക്ക് വേണ്ടി ചെലവഴിക്കാവോ? നിങ്ങളുടെ സമയം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി മാറ്റാതെ, നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും കുടുംബത്തിൽ ആരെങ്കിലും ഇങ്ങനെ അസ്വസ്ഥതപ്പെട്ട് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയി അവരെ പരസ്പരം ഒന്ന് ബന്ധിപ്പിക്കാൻ, അവരെ പരസ്പരം ഒന്ന് ക്ലോസ് ആക്കാൻ നിങ്ങൾ നിങ്ങളുടെ സമയം അല്പം ചെലവഴിക്കാവും. രണ്ടാമത് വേണ്ടത് ആരോഗ്യമാണ്. ഒരുപക്ഷെ അവർക്ക് അതിനുള്ള ആരോഗ്യം ഇല്ല എങ്കിൽ നിങ്ങളുടെ വാഹനം എടുത്ത് നിങ്ങളുടെ ആരോഗ്യം കൊണ്ട് നിങ്ങൾ സഞ്ചരിച്ച് കാണേണ്ടവരെ കണ്ട് അവരെ സഹായിക്കേണ്ടതുപോലെ സഹായിക്കാമോ? നിങ്ങളുടെ മൂന്നാമത് ആവശ്യമുള്ളത് സമ്പത്താണ്. ഒരുപക്ഷെ ആ പിണങ്ങി നിൽക്കാൻ പോകുന്നവർ അവരുടെ സാമ്പത്തിക പ്രശ്നമായിരിക്കാം. നിങ്ങളൊന്ന് മനസ്സറിഞ്ഞ് നിങ്ങളുടെ സമ്പത്തുമായി, നിങ്ങളുടെ ആരോഗ്യവുമായി, നിങ്ങളുടെ സമയവുമായി അവരുടെ അടുത്ത് ചെന്ന് നിങ്ങൾക്ക് ചെയ്യാവുന്നത് എന്തെങ്കിലും ചെയ്താൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വലിയ അനുഗ്രഹ കാരണമാകും. കാരണം പൊതുപ്രവർത്തനത്തിൽ വെച്ച് ഏറ്റവും നല്ലതും ഏറ്റവും മഹത്തരവുമായത് മറ്റുള്ളവരുടെ കുടുംബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന പ്രവർത്തനമാണ്. ഇന്ന് ഈ ക്ലാസ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ആരുണ്ടെങ്കിലും അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരെ ഇൻസ്പയർ ചെയ്യുക, നിങ്ങൾ അവരെ ഒന്ന് പോയി കാണുക. ഒരു ഫാമിലി യൂണിയൻ ലോകത്തിലെല്ലാം പെട്ടെന്ന് സംഭവിക്കട്ടെ. എത്ര വെറുപ്പുണ്ടെങ്കിലും, എത്ര വൈരാഗ്യം ഉണ്ടെങ്കിലും, എത്ര അനുസരണക്കേടുണ്ടെങ്കിലും, എത്ര അശുദ്ധി ഉണ്ടെങ്കിലും നമ്മളൊന്ന് മനസ്സ് വെച്ച് നമ്മളെ എളിമപ്പെടുത്തി കുടുംബത്തിൽ ഒന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന വിഷയങ്ങൾ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. സർവശക്തനായ ദൈവം അതിനുള്ള കൃപ എനിക്കും നിങ്ങൾക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിർത്തുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാരിയോ ജോസഫ് എന്ന് ടൈപ്പ് ചെയ്ത് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ എൻ്റെ പ്രൊഫൈൽ കാണും. അതിൻ്റെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തിയിടുക. അതിനുശേഷം നിങ്ങളോട് രണ്ടാമത് പറയാനുള്ള കാര്യം, എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്ന ഒരു ധ്യാനമാണ് ഫിലോകാലിയ ധ്യാനം. ഇത് ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരിക്കലെങ്കിലും കൂടിയിരിക്കേണ്ട ധ്യാനമാണ്. പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ ഒരു സഭാത്മകമായ ഒരു ജീവിതത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്താനുള്ള അറിവ് പകരുന്ന ഒരു സ്ഥലം. സാധിക്കുമെങ്കിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും പങ്കെടുക്കുക. അതിനുവേണ്ടി നിങ്ങൾ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പറാണ് 9400045523. സർവശക്തൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് സമാധാനം.